നമ്മുടെ അർജുൻ റെഡ്ഡിയുടെ അതായത് വിജയ് ദേവരകൊണ്ടയുടെ നിങ്ങളിൽ മിക്ക ആളുകളും കണ്ടിരിക്കാൻ സാധ്യതയുള്ള രണ്ട് സിനിമകളാണ് അർജുൻ റെഡ്ഡിയും ഗീതാ ഗോവിന്ദവും. ഇത് രണ്ടുമല്ലാതെ ഞാൻ ഇദ്ദേഹത്തിൻ്റെതായി കണ്ട മറ്റൊരു സിനിമ കൂടിയുണ്ട്, അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ. സിനിമയുടെ പേര് ടാക്സിവാല. 2017 അർജുൻ റെഡ്ഡി ഇറങ്ങി അതിലെ കഥാപാത്രത്തിന് ഒരു കൾട്ട് സ്റ്റാറ്റസ് സൃഷ്ടിച്ചെടുത്ത് തൊട്ടടുത്ത വർഷം 2018 ആ സിനിമയുടെ പശ്ചാത്തലത്തിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗീതാ ഗോവിന്ദം ഇറങ്ങി അതും ബ്ലോക്ക് ബസ്റ്റർ ആക്കി മൊത്തത്തിലൊരു വിജയ് ദേവരകൊണ്ട ഫീവർ നിലനിൽക്കുന്ന സമയത്താണ് ഈ സിനിമ ഇറങ്ങുന്നതും ഞാനിത് കാണുന്നതും. സിനിമ കാണുന്നതിന് മുൻപ് സിനിമയുടെ പേര് വെച്ച് ഞാൻ ഡീകോഡ് ചെയ്തൊരു കഥ എന്ന് പറയുന്നത് ഒരു റൗഡി ലെവൽ ടാക്സി ഡ്രൈവറായ നായകനും അയാളുടെ വണ്ടിയിൽ ഒരു ദിവസം കുറച്ച് പേർ കയറുന്നു, അവർ അതിനകത്ത് ഒരു സാധനം വെച്ച് മറക്കുന്നു, ശേഷം അവർ നായകൻ അന്വേഷിച്ചു വരുന്നതും എന്നാൽ അതിനകത്ത് എന്താണെന്ന് തിരിച്ചറിയുന്ന നായകൻ അത് നാടിനെ നശിപ്പിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ അന്വേഷിച്ച് നടക്കുന്നവരുടെ കയ്യിൽ പെടാതെ അത് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ആയിരിക്കും കഥ എന്നാണ്. യെസ്, നിങ്ങളിൽ എത്ര പേർക്ക് ഈ അസുഖമുണ്ടെന്ന് അറിയില്ല, പക്ഷെ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു സിനിമയിലേക്ക് കടക്കുന്നതിന് മുൻപ് പടത്തിന്റെ ടൈറ്റിൽ വെച്ച് അതിന്റെ ഒരു പൊട്ടൻഷ്യൽ കഥ ഞാൻ തന്നെ സങ്കല്പിച്ചെടുക്കും. 99% അത് തെറ്റാറാണ് പതിവ്. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. എന്നാലും അതൊരു രസമാണ്. ഇനി യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ കഥ എന്തായിരുന്നു, അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ഹിന്റ് തരാം. സംഗതി കുറച്ച് ഫാന്റസിയാണ്, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എന്ന് പറയാം. എന്നാൽ അതൊരു പരിധി വിട്ട് കാണിച്ച് അസഹനീയമാക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ടോട്ടലി ഒരു അൺഎക്സ്പെക്ടഡ് സംഗതിയായിരുന്നു പടത്തിൽ നിന്ന് കിട്ടിയത്. ഒപ്പം തീർച്ചയായും സിനിമയും എന്റർടൈനിങ് ആയിരുന്നു. സോ ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഒരു വിജയമാണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി വിജയ് ദേവരകൊണ്ടയുടെ അവസാനത്തൊരു സോളിഡ് ഹിറ്റ് സിനിമയും ഇത് തന്നെയാണ്.